പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ദോശയ്ക്കൊപ്പം മാത്രമല്ല ചപ്പാത്തിയുടെയും പൂരിയുടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വലിയ സൈസിലുള്ള ഒരു വലിയുള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞതും 4-5 മുളക് നടുകെ കീറിയതും 2 തണ്ട് കറിവേപ്പിലയും കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് വലിയ സൈസിലുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചമുളകാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഒരുപാട് അങ്ങ് വഴറ്റി കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നല്ലതുപോലെ തിളച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒരു 1/2 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണിത്. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്നത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അത്യാവശ്യം കട്ടിയുള്ളൊരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഓരോ തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ അതാ കറി അവിടെ ആയിട്ട് ഓരോ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 3-4 അല്ലി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ കറി ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.